ഈ ഒരു പുരുഷനും സ്ത്രീയൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനും ജീവിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻ കാരണമായിരുന്നു. അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഹിജാബ് ധരിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വളരെ സ്ത്രീക്ക് അനുപേക്ഷണീയമായ ഘടകമാണ് എന്നൊക്കെയാണ്. അപ്പം എനിക്കൊരു ന്യായമായ സംശയം, ഈ മുസ്ലിം സഹോദരിമാർ അവരുടെ ശരീരമെല്ലാം മറച്ച് യാത്ര ചെയ്യണമെന്ന നിയമം പാലിക്കാൻ കാരണം ഇങ്ങനെയുള്ള കണ്ണുകൊണ്ട് അവരെ നോക്കുന്ന മോശപ്പെട്ട മനുഷ്യരുണ്ട് എന്ന കാരണത്താലാണ്. എൻ്റെ ഒരു ചോദ്യം, ഈ ഉസ്താദന്മാർ അപരമതത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലാതെയാണല്ലോ യാത്ര ചെയ്യുന്നതൊക്കെ, അപ്പൊ അവരെല്ലാം ഈ കണ്ണുകൊണ്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ നല്ലൊരു കോമഡി പറയാം. ഏതായാലും നിങ്ങൾ ഈ പറയുന്നത് കേട്ട് മുസ്ലിം സമൂഹത്തിലെ കുറേ സ്ത്രീകൾ അംഗീകരിക്കുന്നുണ്ടാവാം, അവരങ്ങനെ മറച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം, അതിലൊന്നും ഇവിടെ എതിരില്ല. എന്നാൽ മറുവശത്ത് ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ചൊന്നുമല്ല പോകുന്നത്. അപ്പൊ അത് കാണുമ്പോഴൊക്കെ ഉസ്താദ്മാർക്കോ നിങ്ങൾക്കോ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണു മൂടുകയല്ലേ ചെയ്യണ്ടേ? നിങ്ങളാണ്. പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊല്ലണം, അതല്ലെങ്കിൽ പൂട്ടിയിട്ട് ചികിത്സിക്കണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പുറത്തിറങ്ങരുത് എന്ന് പറയാൻ പറ്റും. ഉസ്താദന്മാരുടെ കണ്ണിനാണ് പ്രശ്നം. കണ്ണു മൂടി കെട്ടി വഴിയെ പോകുന്നത്. അല്ല, നിങ്ങൾ യാത്ര ചെയ്യും, നിങ്ങൾ വീട്ടിലിരിക്കണം. ഇതാണ് ചെയ്യുന്നത്. അതായത് ഞരമ്പ് രോഗികൾ ഇങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ അവൻ പൊതുജന സമക്ഷത്തു നിന്ന് മാറുക, അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ സമൂഹം മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ച കിതാബിൽ ഏതാണ്ട് വേറെ ദോഷങ്ങൾ അതേപടി അംഗീകരിക്കണമെന്നൊക്കെയുള്ള തിട്ടുകൾ അതൊന്നും വിജയിക്കാൻ പോകില്ല. ഇനിയുള്ളത് ഇതൊക്കെ ഇങ്ങനെ പറയാം. അതായത് അള്ളാഹിന്റെ കിതാബിലോ എവിടേക്കോ ഇങ്ങനെ ഉണ്ട്, എങ്ങനെ സ്ത്രീകൾ അവരെ ഇങ്ങനെ ഒന്നിച്ച് തുറന്നു നീക്കരുതെന്നോ ഒരുമിച്ചുള്ള സമ്പർക്കത്തിന് ഇടവരരുതെന്നും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയും. അങ്ങനെ വന്നപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു വാസ്തവത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ പടച്ചവനുടെ തീരുമാനം എടുക്കാൻ അലിയാർ കാസിമിമാരെ പോലുള്ള ഉസ്താദുമാർ എടുത്ത് പറയാൻ പ്രേരകമായൊരു സംഭവം ഖുറാനിൽ തഹ്രീം എന്ന അധ്യായത്തിലുണ്ട്, 66. ഞാൻ ഈ അധ്യായം മറക്കത്തില്ല. എന്റെ കാരണം നമുക്കറിയുന്നതാണത്, അറിയാലോ. പ്രവാചകൻ 63-66 ഖുറാനിലെ കുപ്രസിദ്ധങ്ങളായ 2 സംഭവങ്ങൾ. അത് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തൽക്കാലം വിടുന്നു. അപ്പോൾ അലിയാർ കാസിമി പറയുന്നു, ഇങ്ങനെ ഒന്നിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ അടുത്തിടപഴകുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഭവിഷ്യത്തുകൾ, അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ AMMAയിൽ സംഭവിക്കുകയും മെഴുകും മുകേഷും സിദ്ദിഖും ഇങ്ങനെയുള്ള ചില പദങ്ങളും ഒക്കെ കയറി വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ പ്രശ്നം, ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പ്രേരകമായ ഒരു ഉദാഹരണം ഖുറാനിലുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട മറ്റൊരു മദനി സംസാരിക്കും. ഈ മദനിയുടെ ഇപ്പം ശാന്തപ്രകൃതമാണല്ലോ. ഈ മറ്റു നമ്മുടെ മദനിമാരെ പോലെ ഭീകര രൂപികളോ ഭീകരമായ വിധത്തിൽ തലവെട്ടി ഫുട്ബോൾ പോലെ തെറിപ്പിക്കണമെന്നോ ഊമത്ത് വെക്കരുതെന്ന് പറയുന്ന ആളൊന്നുമല്ല, ഒരു മിതവാദിയാണ്. അതുകൊണ്ട് ഹാരിസ് മദനി അങ്ങ് പറയൂ, എന്താണ് നമ്മുടെ ഈ ഉസ്താദിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ച കാര്യം? താങ്കളൊന്ന് പറഞ്ഞു. ജാസ്മിൻ സിറാജ്, എന്താണ് നിങ്ങൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുമോ? സ്വന്തം വീട്ടിൽ നിന്ന് വേണം നന്നാകാൻ. എൻ്റെ വീട്ടിൽ ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ട് ജാസ്മിനോട് ആരെങ്കിലും പരാതി പറഞ്ഞോ? എൻ്റെ സഹോദരന്മാരാരെങ്കിലും ഞങ്ങൾ സഹോദരിമാരെ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞോ? ആരെങ്കിലും പീഡിപ്പിച്ചാൽ പോലും അവൻ്റെ സുന വെട്ടാൻ പറഞ്ഞാൽ തല വെട്ടിക്കൊണ്ടുവരുന്ന ആളുകളാ. ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ട് ആരും ഒന്നും ചെയ്യില്ല. അതെ, എൻ്റെ വാപ്പിച്ച് പട്ടാള ചിട്ടയിൽ ആ മക്കളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. തോന്നുന്നത് പോലെ ചെയ്യാനല്ല. ഞങ്ങൾ ഒരുപാട് മക്കൾ ഇവിടെ വളർന്നതാ, ഒരുപാട് മക്കൾ ഒരൊറ്റ മുറി വീട്ടിൽ. ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളെ ആരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന് അല്ല. ജാസ്മിന്റെ വീട്ടിൽ മൊത്തം പീഡകന്മാരാണോ? നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീ. ജാസ്മിൻ, ഈ പറയണതൊന്ന് കേൾക്ക്, നിനക്ക് മനസ്സിലാകും. ആ സംസ്കാരം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാകും കേട്ടോ. പ്രവാചകന്റെ ഭാര്യയുടെ വീട്ടിൽ, ഹഫ്സയുടെ വീട്ടില്, ഹഫ്സ പുറത്തോട്ട് പോയപ്പോഴേക്ക് വീട്ടിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തി ഡിങ്കോഡാൽഫി ചെയ്തതിനെ കുറിച്ചാണ് ഉസ്താദ് പറയുന്നത്. നീ ഈ കമന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ ഈ പറയുന്നത് എന്താണെന്ന് നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഉറപ്പായിട്ടും നിന്റെ വീട്ടിൽ ഈ കൾച്ചർ ഉണ്ടാകും. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരുപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിഹിതം പിടിച്ച ഉടനെ പ്രവാചകൻ പറഞ്ഞതാണ്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല.
ഇനി മുതൽ അവൾ എനിക്ക് ഹറാമാണ് കേട്ടോ എന്ന്. ഡിങ്കോ ഡാൽഫി ചെയ്യുന്നത് ഹഫ്സ കണ്ടോണ്ട് വരുക. അപ്പൊ ഇനി മേലെ ഞാൻ അവളെ പിടിക്കത്തില്ല എന്ന്. നമ്മളൊരു കോമഡിയൊക്കെ കാണാറുണ്ടല്ലോ, ഒരു പെണ്ണ് ഭർത്താവ് മരിച്ചു, ആ സമയത്ത് ഒരു ഫോട്ടോ ചോദിച്ച സമയത്ത് എനിക്ക് ഇന്ന് കല്യാണം വേണ്ട, എനിക്ക് നാളെ മതി എന്നൊക്കെ പറഞ്ഞ ഉല്ലാസിന്റെ ഒരു കോമഡി ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി കേട്ടോ. ഞാൻ ഇനി അവളെ തൊടില്ല എന്ന്. അവൾ ഇനി മുതൽ എനിക്ക് ഹറാമാണ്. അതുകൊണ്ട് അഫ്സാനൊന്നും മിണ്ടാതെ ആരെ അറിയിക്കും, ഉറക്കം പറയല്ലേ, ആരെ അറിയിക്കല്ലേ. നല്ല തന്ത്രല്ലേ. ശരി, സത്യം ചെയ്ത് പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ കാര്യം മനസ്സിലായോ? ഹഫ്സയ്ക്ക് വേണ്ടി വിഹിതം വെച്ച ഒരു ദിവസം റിയാസ് കമന്റ് ബോക്സിൽ തന്നെ എന്തൊരു വർഗീയതയല്ല റിയാസെ, ഉള്ള കാര്യം പറയൂ. അപ്പൊ നിങ്ങൾക്ക് തുള്ളൽ വരുന്നത് നമ്മുടെ കുഴപ്പമല്ല. തെറ്റുകാരൻ ആരോ ആ വ്യക്തിയെ പറയൂ. ആ പ്രവാചകനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണ്. അത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇത് ഇസ്ലാമിക രാജ്യമല്ല. ഇവിടെ ഈ നിയമം ബാധകമല്ല. ഈ നിയമം ഇവിടെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കല്ലേ, നടപ്പില്ല. മദ്രസകൾ ഒരു ഓഡിറ്റിങ്ങിന് തയ്യാറാക്കണം. മദ്രസകളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ചെയ്യണം. ജാസ്മി, നീ എന്റെ തല മറയ്ക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഈ മതം ഉപേക്ഷിച്ച ആളാ. നീ നിർബന്ധിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് തലയിൽ ഇടിപ്പിക്കേണ്ടതല്ല ഈ വസ്ത്രം. നിങ്ങളൊക്കെ എന്നായിരിക്കും അല്ലെ ഈ മദ്രസ ബുദ്ധിയിൽ നിന്നും ഒന്ന് പുറത്തു വരുന്നത്? അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഹാരിസ് മദനി വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു, ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ആയിരിക്കണം ഒരുപക്ഷെ ഒന്നിച്ചൊരു മുറി വരും എന്നൊക്കെ പറയാൻ കാരണം അല്ല, ഈ സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയോടൊപ്പം ഒരാൾ ശയിച്ചാൽ അതിനെന്ത് പേരാണ് പറയുക? ഇത്രയും ധാർമ്മിക ബോധമുള്ള ഈ ഉസ്താദുമാർ ഇങ്ങനെ ഒരാളിനെ റോൾ മോഡലായി കാണുകയും മുകേഷിനെ വിമർശിക്കുകയും ചെയ്യും. അത് എന്തിന്റെ അടിസ്ഥാനം എന്ന് ഇസ്ലാമിനെ ശരിയായ സ്രോതസ്സിൽ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞാൻ തന്നെയുമല്ല, സിദ്ദീഖിനെ ഒക്കെയാണ് നമ്മുടെ പുലിയാർ കാസ്മി അവിടെ വിമർശിക്കുന്നത്. എന്ത് കാര്യം? ഇപ്പോ സിദ്ദീഖ് തിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അതെ, കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ നബിയുടെ ചരിത്രം പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്. ചോദിച്ചാൽ ഒരു മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിനെ ചൂടായി അനൂപ് ജോസഫേ, ഞാനല്ല അവിഹിതം, നമ്മുടെ ഗ്രന്ഥത്തിനകത്തുള്ള അവിഹിതങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങളെ ഭൂമി നിർത്തി കളഞ്ഞിട്ടോ മന്ത്രിമാരുടെ പിയെ വിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ ചില കളികളൊക്കെ എനിക്കറിയാം. അതിനോട് പറഞ്ഞത്. അപ്പൊ ആദ്യം ഇതിനൊരു ഉത്തരം പറ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സിനിമാ മേഖല മുഴുവൻ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇസ്ലാം പണ്ടേ ഇതിനെതിരെ എന്തൊക്കെയോ കണ്ടിരുന്നു. എന്ത് കണ്ടെന്നാണ് ഈ പറയുന്നത്? ഇപ്പൊ ഈ ഹാരിസ് മദനി പറഞ്ഞത് ഇനി നിങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? മറ്റേ മദനിക്ക് എന്തൊരു ധാർമ്മികത, എന്തൊരു നീതിബോധം. ഇനി അടുത്തതിലേക്ക് കൂടെ വരാം. ഈ ഹാരിസ് മദനിയിൽ നിന്ന് മാത്രം നമുക്ക് എടുക്കണ്ട. നമുക്ക് ഈ തെളിവെടുക്കുമ്പോൾ ഫൈസൽ പറയാണ്, മദ്രസ നിങ്ങൾ ഒലത്തുമെന്ന്. ആരും ഒലത്തുന്നില്ലടാ. നീ നിന്റെ കുഞ്ഞിനെ പറഞ്ഞു വിട. ഉസ്താദ് നിന്റെ കുഞ്ഞിനെ കയറി പിടിക്കുന്നത് വരെ മാത്രമേ ഈ മദ്രസയെ നീ പ്രോത്സാഹിപ്പിക്കൂ. അവനവന്റെ തൊടയിലൊന്നും ഉള്ളു കിട്ടണമിടാ. ആരാന്റെ മക്കളെ പിടിച്ച് ഇവന്മാര് കശക്കി എറിഞ്ഞാലേ നിനക്കൊന്നും തോന്നൂല. സ്മിത ജോർജ് തലമറയ്ക്കണം, പക്ഷെ മുലകുടി ഹദീസ് നമുക്ക് അല്ലല്ല. സ്മിത ജോർജ്, അത് ഓർത്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരിക്കല് എനിക്ക് കുറച്ച് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ആൺകുട്ടികളാണ്. അപ്പോൾ ഒരിക്കൽ അവൻ എന്നോട് പറയുകയാണ്, ഒരുത്തി വന്ന് പ്രസവിക്കാൻ കിടക്കുന്നുണ്ട്, മലപ്പുറത്താണേ, ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ ഇവിടെ അത് പറയുന്നില്ല. ആള് അരയ്ക്ക് താഴോട്ട് പ്രസവിക്കാൻ കിടക്കുകയാണല്ലോ, പക്ഷേ ഒരു ഷാള് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ആകെ ഒരു സമാധാനം. മുഖം കാണരുത്, ബാക്കി ഭാഗം കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ അവരുടെ കാര്യം. രണ്ടാമതൊരാളിൽ നിന്നുകൂടി എടുക്കണം. അല്ലാണ്ട് ആദ്യത്തെ നിലപാട് രണ്ടുപേരും മതിയായിരുന്നു. ചിലതരം കുറ്റകൃത്യങ്ങൾക്ക് അത് മൂന്നാണ്. ആയിഷയും സഫ്വാനും തമ്മിലുള്ള ആ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ ആയിഷയും സഫ്വാനും തമ്മിലുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ ആയിഷയേക്കാൾ ഒരു കിളുന്തിനെ നബിക്ക് കിട്ടിയപ്പോ നബി തൽക്കാലം അതിനെയും കൊണ്ട് അങ്ങ് പോയി. ആയിഷയെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ആയിഷ എന്ത് ചെയ്തു? കൂട്ടത്തിൽ കണ്ട സഫ്വാന്റെ കൂടെ ആയിഷയും അങ്ങ് പോയി. അതാണ് ആയിഷ സഫ്വാൻ സംഭവം. യാത്രയ്ക്ക് ഒറ്റക്കാരൻ ജാരശങ്ക മുഹമ്മദിന് പോലും ഉണ്ടായി. ഇങ്ങനെയുള്ള സംഭവത്തിലായിരിക്കാം അള്ളാഹ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആയത്തിറക്കും. പലപ്പോഴും അള്ളാഹ് ആയത്ത് സമയത്തിന് വരാറില്ല. ഒരു കാര്യത്തിലെ ആയത്ത് സമയത്തിന് വന്നിട്ടുള്ളൂ. അത് മുഹമ്മദിന്റെ കല്യാണം. ബാക്കി പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അള്ളാഹ് മനഃപൂർവ്വമാണോ അല്ലയോ ആയത്ത് താമസിപ്പിക്കുന്നു. ഏതായാലും മറ്റൊരു ഉസ്താദ് കൂടി പറയട്ടെ. ഉസ്താദെ, ഈ ഹാരിസ് മദനി പറഞ്ഞ പോലെ തന്നെയാണോ താങ്കൾക്കും ഈ തഹ്രീം എന്ന അധ്യായത്തെ പറ്റി പറയാനുള്ളത്? 66. അങ്ങനെയാണെങ്കിൽ
നമുക്ക് അങ്ങനെയും തന്നെ കേൾക്കാം. താങ്കൾ പറയും. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസം. സിനിമക്കാര് കണ്ടാലേ അല്ലാ, ആദ്യം സിനിമക്കാരെടുത്ത് ഇതാണ് നിങ്ങൾക്ക് ഇട്ട് തരിക. അതെ, കൂടുതലൊന്നും പറയണ്ട, മുസ്ലിങ്ങൾ ആദ്യം നിങ്ങളുടെ മതം അങ്ങ് ശരിയാക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെക്കെട്ട് കയറിയാൽ മതി എന്നായിരിക്കും പറയാ. ഇനിയും സർക്കാരിനോടും അവർക്ക് പറയാം, ആദ്യം ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകളും മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചും നിങ്ങൾ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും. ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അറിഞ്ഞ നല്ല ഉസ്താദേ, മാരിയത്തുൽ കിബ്തി എന്ന് പറയുന്ന സ്ത്രീ എന്താണെങ്കിലും പറയില്ല, അതെ ഞാൻ നിങ്ങളുടെ ഭർത്താവുമായിട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ എന്ന് പറയില്ല. ഭർത്താവും പറയില്ല, ഹഫ്സ നീ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചു എന്നും പറയില്ല. ഹഫ്സ കണ്ടുകൊണ്ട് വന്നു എന്നല്ലേ ഹദീസ് ഉള്ളത്. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? പെണ്ണ് എന്നുള്ള നിലക്ക് എനിക്കും സംശയമുണ്ട് സ്മിത ജോർജെ, ഇവരെങ്ങാനും ഇസ്ലാമിക ചരിത്രങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടാകുമോ സിനിമക്കാര്? ഞാനും ചിന്തിക്കാറുണ്ടത്. പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് എന്റെ ഭാര്യയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞു ഒരു അവിഹിതം പിടിച്ചു, അപ്പൊ നബി പറഞ്ഞു ഞാൻ ഇനിയും മേലിൽ അവളെ തൊടത്തില്ല. അപ്പൊ അള്ളാഹു ആയത്തിറക്കിയിട്ട് പറയാണ്, എന്നോട് ആരടാ അവളെ തുടരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞു. പഠിച്ചവൻ ആയത്തിറക്കുക, നിന്റെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന അവിഹിതങ്ങൾ, അത്തരം ലൈംഗിക വീഴ്ചകൾ ഇതിനാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഞാനിവിടെ കണ്ട് ആസ്വദിച്ചിരിക്കുവായിരുന്നു ആകാശത്തെ. നല്ല പഠിച്ചു ഇല്ല നിങ്ങൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്ത് പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക. രണ്ട് ഒരേ സംഭവം രണ്ടുപേര് ഒരുപോലെ വിശദീകരിക്കുന്നു. ഇനി എന്റെ ചോദ്യം, ഇങ്ങനെ ഒരു മനുഷ്യനെ അനുധാവനം ചെയ്യുന്ന ഇത്തരത്തിലെ തലപ്പാവുകാരെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സിനിമാ മേഖലയിലോ ലോകത്തെവിടെയും നടക്കുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ റോൾ മോഡലാണ്. ഇനിയും വേറെ ചില കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഖുർആന്റെ 23-ാം അധ്യായം 6-ാമത് വചനം അല്ലെങ്കിൽ ആയത്ത്, തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ അവർ ആക്ഷേപാർഹരല്ല. എന്ന് വെച്ചാൽ അടിമ സ്ത്രീയോടൊപ്പം അവരുടെ ശരീരം പങ്കിടുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ച ഒരു മാന്യന്റെ പേരല്ലേ ഈ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ്, ആര് വായിക്കൊള്ളട്ടെ. എന്നാൽ എൻ്റെ ചോദ്യം, ഇന്ത്യ പോലൊരു രാജ്യത്ത് നിങ്ങൾക്ക് ഇതിനെന്താ ധൈര്യം ഇല്ലത്? അല്ലെങ്കിൽ ഖുർആനിൽ ഏത് വചനത്തിലാണ് ഒരു അമുസ്ലിം രാജ്യത്ത് മുസ്ലിം താമസിച്ചാൽ അവന് ശരിയാ നിയമങ്ങളാണോ പ്രധാനം, ആ ചെന്ന രാജ്യത്തിലെ നിയമങ്ങളാണോ? എങ്ങനെയാണ് നിങ്ങൾ തീരുമാനം കൈക്കൊള്ളുക? നിങ്ങളുടെ വീട്ടിലൊരു വേലയ്ക്ക് വരുന്ന പെണ്ണ്, അതല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ. ഇപ്പൊ എന്നെ ഈ വലങ്കൈ ഉടമപ്പെടുത്തൽ ഇല്ലാത്തത് നിങ്ങൾക്കറിയട്ടെ, UAE പോലും ശിക്ഷയാണ്. അവിടെയുള്ള അവരുടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളോടൊക്കെ മോശം പെരുമാറിയാൽ അറബി ജയിലിൽ കിടന്ന യാതൊരു വിട്ടുവീഴ്ചയില്ല. അവരൊക്കെ ഒത്തിരി പരിഷ്കൃതമായ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. അള്ളാന്റെ കിതാബും അതിൽ പറയുന്ന വൃത്തികേടുകളും പരിഷ്കൃത ലോകം പണ്ടേ തള്ളി. മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന തരത്തിലെ ദുരാചാരം. ഖുർആൻ 4:23 ഉണ്ടല്ലോ, വലങ്കൈ ഉടമപ്പെടുത്തുന്ന ആരെയൊക്കെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ. അപ്പോൾ അടിമത്തത്തിനെതിരെ നിലപാടില്ല. 3 ദിവസത്തേക്ക് താൽക്കാലികമായൊരു വിവാഹം എന്നൊരു സംഭവം മുഹമ്മദ് അനുവദിച്ചു കൊടുക്കുന്നു. അതിന് മലർപ്പൊടിയോ മാവോ അതുപോലുള്ള എന്തെങ്കിലും ഒരു വസ്തു അങ്ങോട്ട് ഡബറിയായിട്ട് കൊടുത്തുകൊണ്ട് ആ സ്ത്രീയെ കല്യാണം കഴിക്കാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് പിരിയാം, തലാഖില്ല. വാസ്തവത്തിൽ ഇതൊരു തരം ലൈസൻസ്ഡ് വ്യഭിചാരമല്ലേ. നിങ്ങളൊരു നാട്ടിൽ ചെല്ലുന്നു, ആ നാട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം, നിങ്ങൾ തനിച്ചാകുന്നു, ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി പരിചയപ്പെടുന്ന ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്തെങ്കിലും മഹർ കൊടുക്കും. ആ മഹർ കൊടുത്തിട്ട് അവരെ നിങ്ങൾ 3 ദിവസത്തേക്ക് സ്വന്തമാകും. എന്നിട്ട് ഓരോ നേരം അവരെ ഉപേക്ഷിക്കും, തലാഖില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത് വിചാരമല്ലേ? ഇത് ഉമർ റദ്ദ് ചെയ്യുന്നുണ്ട്. ഉമർ എന്തിനാ റദ്ദ് ചെയ്യുന്നത്? ഉമർ ആദ്യം റദ്ദ് ചെയ്യാൻ അള്ളാന്റെ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ ഉമറിന് റദ്ദ് ചെയ്യാൻ പറ്റുമോ? ഉമർ എന്നതൊക്കെ ചുമ്മാ കൈവച്ചാൽ മതി. ഉമറിന് ഖത്താബ് ആര്, മുഹമ്മദ് മുസ്തഫ ആര്, രണ്ടുപേരും കണ്ടല്ലേ? അധികാരം ആർക്കാണ്? അപ്പോൾ ഇത് അനുവദിച്ചു കൊടുത്ത പ്രവാചകൻ
അതുപോലെ തന്നെ അടിമത്വം അനുവദിച്ചു കൊടുത്ത പ്രവാചകൻ, ശിശുഭോഗം അനുവദിച്ചു കൊടുത്ത കർത്താവ്, ഇത്തരത്തിലെ ഒരു മഹാരഥൻ. ഇദ്ദേഹത്തെ നിങ്ങൾ റോൾ മോഡലാക്കുക. എന്നിട്ട് അതിൽ എത്രയോ ചെറിയ കുറ്റങ്ങളാണ് അമ്മയിൽ നിന്ന് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായും നിങ്ങൾ ഖുറാന്റെയോ ഹദീസുകളുടെയോ സീറകളുടെയോ തഫ്സീറുകളുടെയോ എല്ലാ തരത്തിലുള്ള വിശകലനങ്ങളും എടുത്ത് പഠിച്ചാൽ അതിൽ എത്രയോ മാന്യനാണ് ഈ സിദ്ദിഖും മുകേഷും, അവിടെ പേര് പറയുന്ന മറ്റേ ജയസൂര്യയും ഒക്കെ എത്രയോ മാന്യരാണ്. അവരാണെങ്കിൽ ഇത്രയും ഹീനകൃത്യങ്ങൾ ചെയ്തു. മാത്രമല്ല, ഇനി അവർ കുറ്റവാളി എന്ന് കോടതി വിധിക്കണം. അതുവരെ സമയം കിടപ്പുണ്ട്. ഇപ്പൊ അവർ ആരോപണ ബാധിതരാണ്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, അവരാരും ഞങ്ങളെ റോൾ മോഡലാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരിതാ വിചാരണ നേരിടാൻ പോകുന്നു. അവര് വിചാരണ നേരിടും. ഞാൻ ചെയ്യുന്നത് എന്തും അനിഷേധ്യമാണെന്നും അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും അവരാരും പറഞ്ഞിട്ടില്ല. ശരിയും തെറ്റൊന്നും എന്റെ വിഷയമല്ല. കോടതി വിധിക്കട്ടെ, അവർ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ പുറത്തു വരികയോ ഒക്കെ ചെയ്യട്ടെ. എന്തിനാണ് പറഞ്ഞത്? ഇത്തരത്തിലെ ഒരു ചിന്താധാരയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിമർശനവും ആത്മരോഷ പ്രകടനമൊക്കെ നടത്തുമ്പോൾ അതൊരു തരം മലർന്നു കിടന്നുള്ള തുപ്പലല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ. ഇതേ കാര്യം നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആ പതിവ് ശൈലിയിൽ അദ്ദേഹം ഇങ്ങനെ ആളറി ചിരിച്ചുകൊണ്ട് ഇത്തരത്തിലെ ചില വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വാസ്തുവിൽ എന്താണ് പറ്റിയത്? എന്ത് എത്തിക്സാണ് നിങ്ങളെ ഭരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ അതും കൈവച്ചിട്ട് ഞങ്ങൾ ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു വിമർശനം ഉന്നയിക്കാൻ ത്രാണിയില്ല. തിരികെ നിങ്ങൾ പറയുന്ന അമേരിക്കയിൽ ഇങ്ങനെ നടത്തി, ഓസ്ട്രേലിയ നടത്തി, വേറെ ഇടത്ത് നടത്തി, അതിനെന്ത്? അതും തെറ്റ് തന്നെ. ഞങ്ങൾക്ക് അത് തെറ്റ് തന്നെയാണ്. ആര് നടത്തിയാലും തെറ്റാണ്. ആര് തെറ്റിയതാലും തെറ്റാന്ന് പറയാൻ കഴിയണം. അപ്പൊ അത് ഒരാൾ ചെയ്താൽ മാത്രം അതിനെല്ലാം അള്ളാഹുവിന്റെ കൺസെന്റ് ഉണ്ട്. ബാക്കി മനുഷ്യർക്ക് അത് അനുവദിച്ചിട്ടില്ല. ഇത് എന്ത് തരം നീതിബോധമാണ്? നിനക്കൊരു ദുഃഖവും വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെ പെണ്ണിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പറയുന്ന തരത്തില് കിതാബും കൈ വെച്ചിട്ട് നിങ്ങൾ ആരെയും വിമർശനത്തിന് ഇറങ്ങിയത്? നിങ്ങളുടെ ധാർമ്മികമായ നിലപാടെന്താണ്? നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ടെന്നോ? പണ്ടൊരിക്കൽ പറയുന്നത് കിട്ടും, ഞങ്ങൾക്കൊരു റോൾ മോഡൽ ഉണ്ട്. ഈ റോൾ മോഡലിനെ അനുകരിച്ച് നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഒരു സംഭവമുണ്ട്, നിങ്ങൾ അകത്തു പോകും. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സോക്രട്ടീസിന്റെയോ പ്ലേറ്റോയുടെയോ ശ്രീനാരായണ ഗുരുവിന്റെയോ മഹാത്മജിയുടെയോ ഒക്കെ ജീവിതത്തെ അനുകരിക്കാം. അവർ ജീവിച്ച പോലെ ജീവിച്ചാൽ എല്ലാ നാടും നിങ്ങളെ ബഹുമാനിക്കും. മുഹമ്മദ് ജീവിച്ച പോലെ ജീവിച്ചു നോക്കണം മദനിമാരെ. നിങ്ങളുടെ കാര്യം തീർന്നില്ലേ? ജീവിതമേ തീർന്നു, ജയിലാണ്. മുഹമ്മദ് ജീവിച്ച പോലെ നിങ്ങൾക്ക് UAE തന്നെ ജീവിക്കാൻ പറ്റുമോ? വേറെ പറ്റില്ല, ചെല്ലാൻ പറ്റില്ല. അവിടെയൊക്കെ ചെന്നാൽ നിങ്ങൾ അകത്ത് പോകും. ഈ 6 വയസ്സുകാരിയെ വിവാഹം കഴിക്കുക, എന്നിട്ട് അതിന് കുറെ ന്യായീകരണം കണ്ടുപിടിക്കുക, അത് മരുമകളെ വിവാഹം കഴിക്കുക, അതിന് കുറെ ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇവരെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് ആരാണെന്നറിയാം? അവരുടെ മതങ്ങളും ദർശനങ്ങളും ആശയങ്ങളും നിലപാടുകളുമായിട്ട് അവരുടെ പാട്ടിന് മുന്നോട്ട് പോയി. അവരെ കുത്തിപ്പൊക്കി അവരുടെ മതപ്രമാണങ്ങളിലെ വിശ്വാസ്യതയും വിശ്വാസയോഗ്യതയും വിശ്വാസരാഹിത്യങ്ങളും പുറത്തെടുത്ത് അവരെ വിമർശിച്ചപ്പോൾ അവർ നമ്മുടെ പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ച് വിമർശിക്കാൻ തുടങ്ങി. വടി കൊടുത്ത് അടി വാങ്ങിയതല്ലേ? ഇനി കൊള്ളുകയല്ലാതെ മറ്റൊരു മാർഗവും ഇവിടെയില്ല. നന്ദി. അനൂപ് ജോസഫ്, മുത്തുച്ചിപ്പി ഇതിലും നല്ലതാണ്. മുത്തുച്ചിപ്പിയെ റമാനിക്കല്ലേ? അഹമ്മദേ, ഞാൻ ആരാണ് എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് എന്താണ് എന്ന് ചിന്തിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. ലിംഗം കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാകത്തില്ലടാ. തലച്ചോറ് വേണം. അതുകൊണ്ട് ചിന്തിച്ചാലല്ലേ മനസ്സിലാകൂ. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പോലെ നമ്മുടെ നാട്ടിൽ മദ്രസകളിൽ, അറബി കോളേജുകളിൽ, ദർസുകളിൽ, മറ്റെല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഒരു ആയിഷ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. മഴ പെയ്യുന്നുണ്ട് AKG. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി. അശ്വിൻ 500K ആകാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു.